ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രോയിങ് കുറച്ചുകൂടെ സ്പീഡാക്കാനും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വരയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാണുന്ന സാധനം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത കേട്ടോ. നമ്മുടെ ചാർക്കോൾ പൗഡർ, അതുപോലെ ഒരു ഗ്ലൗവ്, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിക്ക്, അതുപോലെ ആ സാൻഡ് പേപ്പറില്ലേ അതിൻ്റെ ഒരു രണ്ട് സാധനം, ഇതും കൂടെ വരുന്നൊരു കോംബോ സാധനമായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 300 സംതിങ് രൂപയായിരുന്നു ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഓർഡർ ചെയ്തോടെ എത്തിയപ്പോൾ സാധനത്തിൻ്റെ ഒരു കോമഡി കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് മെയിൻ കോമഡി എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മെയിൻ സാധനം ഇതില്ല ഗീസ് കേട്ടോ. ഈ രണ്ട് സാധനം വന്നിട്ടുണ്ട്, അതുപോലെ ഈ സ്റ്റിക്ക് വന്നിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ഗ്ലൗ വന്നിട്ടുണ്ട്. നമുക്ക് മെയിൻ വേണ്ട ചാർക്കോൾ പൗഡർ, നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്ത സാധനം ഇതിനകത്തില്ല ഗീസ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ആക്കാൻ വേണ്ടി റിട്ടേൺ അടിച്ചു വിട്ടു. അപ്പോൾ റിട്ടേൺ അടിച്ച സമയത്ത് ഞാനിത് തിരിച്ച് കൊടുത്തിടണം എന്ന് വെച്ച് ഞാൻ പാക്ക് ചെയ്തോടെ എടുത്ത് വെച്ചു. 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ആരും വന്നിട്ട് ഇത് റിട്ടേൺ കൊണ്ടുപോയില്ല. പക്ഷേ എന്താ കോമഡി എന്ന് വെച്ചാൽ റീഫണ്ട് ആയിട്ട് അതിൻ്റെ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറുകയും ചെയ്തു. റീഫണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ എടുക്കുമ്പോൾ റീഫണ്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഇത് തരുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ റിട്ടേണിൻ്റെ എടുക്കാനുള്ള എമൗണ്ട് കാര്യങ്ങളും റിട്ടേൺ ചാർജും കാര്യങ്ങളും വരുന്നതുകൊണ്ടായിരിക്കും അവർ ഇതെടുക്കാൻ പഠിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി കേസ് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഇനി ചിത്രം വരയ്ക്കുമ്പോൾ ഈ സ്പ്രെഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പർ അല്ലേ, അതാണ് ഞാൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ കേസ് ഇതല്ലേ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവില്ല സംഭവം അല്ലേ. ഇല്ലാതെ നമ്മൾ നോർമൽ കൈ കൊണ്ട് വെക്കുമ്പോൾ കൈൻ്റെ വേപ്പും കാര്യങ്ങളുമായിട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഇല്ല. ഇതാകുമ്പോൾ നമ്മൾ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യണമല്ലേ. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ നമ്മുടെ പെൻസിലല്ലേ, പെൻസിൽ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന പെൻസിലാട്ടോ. ഇതിപ്പോൾ നല്ല ചെറുതായില്ല, അപ്പോൾ നമുക്കിത് പിടിച്ച് വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇതല്ലേ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവാറുണ്ടോ. അപ്പോൾ നമുക്ക് പിടിക്കാനും ഇതുപോലെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ സാൻഡ് പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഈ പെൻസിലിൻ്റെ എൻഡൊക്കെ നമുക്കൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. അതുപോലെ നമുക്ക് പൗഡറായിട്ട് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് പൗഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.